പൊതുവേദിയിൽ വെച്ച് പ്രസിഡന്റിനെ വധഭീഷണി മുഴക്കിയ വൈസ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തു. ഫിലിപ്പീൻസിലാണ് സംഭവം. കുടുംബത്തോടെ വധിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. അഴിമതി, പ്രസിഡന്റിനെ വധിക്കാനുള്ള ഗൂഢാലോചന അടക്കം നിരവധി ആരോപണങ്ങൾ ഉയർത്തിയാണ് വൈസ് പ്രസിഡന്റ് സാറ ഡ്യൂട്ടർഡ് കാർപിയോയെ ഇംപീച്ച് ചെയ്തത്. തെക്കൻ ചൈന കടലിലെ അധികാര പ്രശ്നങ്ങളെ ചൊല്ലി ചൈനയെ തള്ളിപ്പറയാത്തതും വൈസ് പ്രസിഡന്റിനെതിരായ നടപടിക്ക് കാരണമായി. പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറിനെ അനുകൂലിക്കുന്ന ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സാണ് ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തമ്മിലുള്ള രാഷ്ട്രീയ പോരിന്റെ ആഴം വ്യക്തമാക്കിയാണ് നടപടി. ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് ഫിലിപ്പീൻസ്. അധികാര തലപ്പത്തെ പ്രക്ഷുബ്ധമായ അവസ്ഥ വിശദമാക്കുന്നതായിരുന്നു ഇംപീച്ച്മെന്റ്. നടപടി ഗൂഢാലോചന എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ നവംബറിലാണ് ചൈനയുടെ പേരിൽ ഇരു നേതാക്കളും തമ്മിലുള്ള പോര് തുടങ്ങുന്നത്. ഫിലിപ്പീൻസ് രാഷ്ട്രീയത്തിൽ എന്നും എതിർപക്ഷത്ത് നിന്നിരുന്ന ശക്തരായ രണ്ട് കുടുംബങ്ങളാണ് പ്രസിഡന്റിന്റേതും വൈസ് പ്രസിഡന്റിന്റേതും. ഇരുവരും തമ്മിലുള്ള പോര് വധഭീഷണി വരെ എത്തിയിരുന്നു. ജൂണിൽ മാർക്കോസിന്റെ ക്യാബിനറ്റിൽ നിന്ന് സാറ രാജിവെച്ചിരുന്നെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരുന്നില്ല. ഇതിന് പിന്നാലെ അനുയായികളെയും കുടുംബാംഗങ്ങളെയും കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സാറ ആരോപിച്ചിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രസിഡന്റിന്റെയും കുടുംബത്തിന്റെയും തല വെട്ടണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന് ക്വട്ടേഷൻ നൽകിയെന്ന് സാറ ആരോപിച്ചിരുന്നു. തന്റെ ഭീഷണി വെറും തമാശയല്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ പ്രസിഡന്റിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജാഗ്രതയിലായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.